ഭാര്യയും ഭർത്താവും കൂടി പിരിഞ്ഞ് അയാൾ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനോട് ചെന്ന് അവളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച്, അവൻ്റെ പേര് തോമസ് എന്നല്ലേ? അച്ഛനെങ്ങനെ അറിയാം? അച്ഛനെങ്ങനെ അറിയാമോ? ഞാൻ പറഞ്ഞ് അവൻ മിക്കവാറും അവളെ കെട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ആളിൻ്റെ കൈ എൻ്റെ ബൈബിളിൽ വെച്ചിട്ട് പുറത്ത് കൈ വെച്ചപ്പോൾ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കണ കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരു തോമസ് സാറിനെ കണ്ട്. ദർശനത്തിൽ കൂളിംഗ് ഗ്ലാസ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തോ ഒരു ജാടയുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഈ ആൾ ഭാര്യയെടുത്ത് കോംപ്രമൈസിന് വിട്ട ആളിൻ്റെ പേര് തോമസ് ആണെന്ന് എനിക്കറിയത്തില്ല. അത് തോമസ് ആണെന്ന് കർത്താവിന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാകുന്ന തോമസിനെ ദർശനത്തിൽ അവതരിപ്പിക്കുകയാണ്. ദൈവം എന്ത് രസമാണെന്നറിയാം ദൈവത്തിന് കൂടെ ജീവിക്കണത്. എന്നിട്ട് ഈ തോമസ് ഫേക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മിക്കവാറും അവനെ വളക്കെട്ടാൻ സാധ്യതയുണ്ട്, നീ നേരിട്ട് പോണതായിരിക്കും നല്ലത്. ഇതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത. അഥവാ നമ്മളുടെ മധ്യസ്ഥനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വിശുദ്ധിയുള്ള ആളും പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളായിരിക്കണം.